ഇത് കണ്ടോ, ഇന്ന് കുക്കർ ബിരിയാണിയാണേ. അതിനാവശ്യമായിട്ട് 1 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകും ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് പുരട്ടി വെക്കാമേ. അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് തൈരും ചേർത്തൊന്ന് പുരട്ടി വെക്കാമേ. പിന്നീട് നമുക്കൊരു കുക്കർ വെച്ച് അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. സ്പൈസസ് ഒക്കെ ഇട്ട ശേഷം 2 സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടത് വഴറ്റുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 1.5 തക്കാളി അരച്ചതുകൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് വഴറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചിക്കൻ പീസസൊക്കെ അതിലേക്കിട്ട് ഒരു ഹാഫ് വേവാകുന്നത് വരെ ഞാനതൊന്ന് വേവിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് 4.5 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കിയ ശേഷം കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിക്കാമേ. ഇപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് റൈസ് മാറ്റിയിട്ടുണ്ട്. കുറച്ച് കാഷ്നട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി കുക്കർ ബിരിയാണി റെഡി. സൂപ്പറാണേ. താങ്ക് യു ഫോർ വാച്ചിങ്.